നമസ്കാരം, നൗഷറാണേ. ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പത്താണ് കേട്ടോ. കമ്പത്താണ് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, MSR മുന്തിരിത്തോട്ടം. ഇവിടെ ഈ സമയത്ത് പറഞ്ഞാൽ മുന്തിരിയൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നൊരു ടൈമാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് സമയം കണ്ട നേരെ അകത്തോട്ട് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് കിടക്കാം. മച്ചന്മാരെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടം. MSR ഫാമിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കമ്പത്തോട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കുമ്പളി കഴിഞ്ഞ് നേരെ കമ്പത്തോട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ മച്ചന്മാരെ കണ്ടല്ലോ, ഒരു ഇഷ്ടം പോലെ മുന്തിരിയാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഈ കമ്പത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ പേര് തന്നെ നിങ്ങൾ മിസ് ചെയ്യേണ്ട, ഈ ഒരു സമയത്ത് തന്നെ വരിക. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് പിടിച്ചിരിക്കുന്നത് കാണാൻ കഴിയത്തുള്ളൂ കേട്ടോ. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേര് ഞാനും ഉണ്ട്, സജില ഉണ്ട്, അപ്പോൾ ഞാൻ വൈഫ്, പിന്നെ പിള്ളേരുണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. അവിടെ കാണിച്ചു തരാം നിങ്ങളെല്ലാവരും കേട്ടോ. എങ്ങോട്ട് സജില? അടിപൊളി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തന്നെ വരണം. ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല കാഴ്ച എടുത്തുള്ളൂ അല്ലേ. ഞങ്ങളത് മിസ് ചെയ്യാതെ ഈ സമയത്ത് തന്നെ വന്നെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത്ര നല്ലോണം നമുക്ക് പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് സീസണായി വരുന്ന ടൈമാണല്ലേ മുന്തിരിയുടെ, അല്ലേ? എല്ലാം പാകപ്പെട്ട് നിൽക്കുന്നതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അതാണ് പാകപ്പെട്ട്. എനിക്കൊന്ന് കൂടുതൽ ഇപ്പോൾ എല്ലാം നല്ലോണം പഴുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ലോണം പഴുത്തിരിക്കുകയാണ് കണ്ടില്ലേ. അപ്പോൾ മച്ചന്മാരെ കമ്പം നമ്മൾ കുമളി ഇറങ്ങി നമ്മൾ ഒരു 7 കിലോമീറ്റർ ലേജില്ല. കുമളി ഇറങ്ങിയിട്ട് 7 കിലോമീറ്റർ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ MSR ഫാം എന്നുള്ള ഒരു ഫാമിൻ്റെ ബോർഡൊക്കെ റൈറ്റ് സൈഡ് കാണാം. നമ്മളിവിടെ വരുന്നതിന് നമ്മൾ പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട അല്ലേ. അതാണ്, പ്രത്യേകിച്ച് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് കുടിക്കാനും ഒക്കെ ഉള്ള, അതായത് ഈ ഫ്രഷ് മുന്തിരിയുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ വന്ന് ഇത് പിച്ച് കഴിഞ്ഞാൽ 500 ആണ് ഫൈൻ. അതുകൊണ്ട് ആരും വന്ന് മാക്സിമം ഇവിടെ ഒന്ന് പിച്ചാതിരിക്കുക. നിങ്ങൾക്ക് കാണാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക, ഒരു കുഴപ്പമില്ല. ഫ്രഷ് വൈനാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് എടുത്ത ഫ്രഷ് വൈനാണ്. എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. കൊള്ളാം, അടിപൊളി വൈനാണ് കേട്ടോ. ഇത് ജ്യൂസല്ല, ഇത് ഫ്രഷ് വൈനാണല്ലേ. ഇതിനകത്ത് എന്തെങ്കിലും മായോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? വേറെ ഒന്നുമില്ല, വെള്ളം ചേർക്കില്ല. പ്യൂർ വൈന്, നോൺ ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യത്തെ വന്ന് മേടിച്ച് കുടിക്കാം. മറ്റ് തലയ്ക്ക് പിടിക്കൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, തലയ്ക്ക് പിടിക്കലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി ജ്യൂസാണ്. കാര്യം നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ട് തന്നെ പിച്ച് ഒരു ജ്യൂസ് അടിച്ച് തരില്ല. കാര്യം അതിനകത്ത് വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. മായമൊന്നും ഇല്ലാത്തതിൻ്റെ പേര് തന്നെ നമുക്ക് വെള്ളം ചേർക്കാത്തതിൻ്റെ പേര് തന്നെ നമുക്ക് ചെറിയൊരു കവർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അല്ല വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. സംഭവം നിങ്ങൾ ടേസ്റ്റ് എവിടെ വരുമ്പോൾ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ പുറത്തൊക്കെ മേടിച്ച് കുടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റും ഈ ഒരു ടേസ്റ്റ് തമ്മിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ എന്തായാലും വന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുക. സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. എങ്ങനെയുണ്ട് ഷാന? ഞങ്ങൾ അതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ വിചാരിച്ചു മഴയാണോ, ഞങ്ങളുടെ യാത്രയെല്ലാം കുളമാവെന്നുള്ള ഭയങ്കര കൺഫ്യൂഷന് വന്നതാണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മുന്തിരിത്തോട്ടം പറയണ്ട അല്ലേ, എങ്ങനെയുണ്ട് സജില? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശേഷം, ഈ മുന്തിരിത്തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാലും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും, ഇല്ലേ അതില്ല? കണ്ടില്ലേ അടിപൊളി. അപ്പോൾ ഷെഫി കേട്ടോ, അത് ഷഹനാടെ ഹസ്ബൻഡാണ്. അപ്പോൾ സജില ഉണ്ട്. ഒരെണ്ണം പോലും പിച്ചാൻ പറ്റത്തില്ല. 500 രൂപ ഫൈനാണ് കേട്ടോ. അത് പ്രത്യേകം നിങ്ങളിവിടെ വരുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത്ര നല്ല കാഴ്ചകളൊക്കെ നമുക്ക് എന്തായാലും കാണാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഓഫ്, നോ സ്റ്റോക്സ്, ഗുഡ് ബൈ.